രഘു ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. ആദ്യ ഗഡുവായി 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്ര? രഘു ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. തിരിച്ചടവ് തടകാണ്. ആദ്യ ഗഡുവായിട്ട് 1000 രൂപ അടച്ചു. ആദ്യ ഗഡുവായിട്ട് ബാങ്കിലേക്ക് 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മാസം 1000 തിരിച്ചടച്ചു, അടുത്ത മാസം 150 കൂട്ടുന്നു, 1150 അടച്ചു. അടുത്ത മാസം വീണ്ടും 150 കൂട്ടി 1300 തിരിച്ചടച്ചു. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സമാന്തര ശ്രേണിയാണ്. 150 വീതം കൂടി പോവുകയാണ് സമാന്തര ശ്രേണി. അങ്ങനെ ഇതിപ്പോൾ 1ാമത്തെ ഗഡു, 2ാമത്തെ ഗഡു, 3ാമത്തെ ഗഡു, 30ാമത്തെ ഗഡു കാണണം. 30ാം ഗഡു കാണുക എന്ന് പറഞ്ഞാൽ എന്താ? 30ാം പദം. ഇത് 1ാം പദം, 2ാം പദം, 3ാം പദം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ 30th ടേം കാണണം. 30ാം പദം. സമാന്തര ശ്രേണിയിൽ n-ാം പദം കാണാൻ സൂത്രവാക്യം a+n-1 × d. നമുക്ക് t n-ാം പദം, അതായത് 30ാം പദം, 30ാം ഗഡു, t 30 സമം a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദം എത്രയാണ്? 1000 പ്ലസ് n-1. ഈ n നിന്ന് കുറച്ചു, അതുപോലെ 30 നിന്ന് കുറച്ചാൽ 29 × d. പൊതുവ്യത്യാസം, അതായത് എത്ര കൂടി പോണു? 150 കൂടി പോണു. അല്ലെങ്കിൽ ഇതിന്നത് കുറയ്ക്കുക, 1150 നിന്ന് 1000 കുറച്ചാൽ 150. അല്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ 150 വീതം കൂടുന്നു. അപ്പോൾ d പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 150 സമം 1000 പ്ലസ്. ഇപ്പോൾ കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ആദ്യം ഗുണിക്കൽ ചെയ്തിട്ട് വേണം കൂട്ടാൻ. കൂട്ടലും ഗുണിക്കൽ വരുമ്പോൾ ആദ്യം ഗുണിക്കൽ ചെയ്യണം, എന്നിട്ട് വേണം കൂട്ടാൻ. 29 × 15 ഗുണിക്കുക. 15 9 135 ശിഷ്ടം 13. 15 2 30 13 43, ഒരു 0. ഇത് രണ്ടും കൂടി കൂട്ടുക. 4350 1000 കൂട്ടിയ ഉത്തരം 5350 രൂപയാണ് രഘു 30ാം ഗഡുവായിട്ട് തിരിച്ചടയ്ക്കുന്ന തുക.